വൺ പീസിൻ്റെ സീസൺ 2 ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുണ്ട്. ഇന്നലെ അതിൻ്റെ 8 എപ്പിസോഡുകൾ റിലീസ് ചെയ്തിരുന്നു. ആൻഡ് സർപ്രൈസിംഗ്ലി ദിസ് സീസൺ ഈസ് സോ ഗുഡ് കമ്പയർഡ് ടു ഫസ്റ്റ് സീസൺ. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നല്ല എൻഗേജിങ് ആയി, നല്ല ആക്ഷൻ പാക്ഡ് ആയിട്ട് നമുക്ക് ഈ ക്യാരക്ടേഴ്സിനോട് കൂടുതൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പയർഡ് ടു ഫസ്റ്റ് സീസൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനതിൽ ഒരു പ്രോപ്പർ അഡാപ്റ്റേഷൻ എന്ന് പറയാം, ഒരു നിയർ പെർഫെക്റ്റ് സാധനം. കാരണം ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഒരു അഡാപ്റ്റേഷനെ പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ദേ ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. മറ്റേ HRO തന്നെ ഉണ്ട് ഇതിൻ്റെ ഷോ റണ്ണറായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ക്രിയേറ്റീവ് ഹെഡായിട്ട്. ആൻഡ് അത് നമുക്ക് ഇതിൻ്റെ ഓരോ ആസ്പെക്റ്റുകളിലും കാണാം, ഇതിൽ ഓരോ ഫ്രെയിമിലും കാണാം. അവിടെ ആയിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ആർട്ട് വർക്കുകളിലായിക്കോട്ടെ, എല്ലാ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നല്ലോണം ഒരു ശ്രദ്ധ നോക്കിയിട്ടുണ്ട്. അത് നല്ല കിഡിലിനായിട്ട് വർക്കായിട്ട് പോകുന്നുണ്ട്. ആൻഡ് ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും അവർ കൺവേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ആൻഡ് ഭയങ്കര പേസിങ്ങോടെ തന്നെയാണ് ഈ സാധനം പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത സീസൺ, നമ്മുടെ 3rd സീസൺ എന്ന് പറയുന്നത് നമ്മുടെ അലബാസ്റ്റയാണ്. അതുവരേക്ക് ഇവരിങ്ങനെ പറപ്പിച്ച് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് എവിടെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയ പോലെയോ, നമുക്ക് മെയിൻ പോയിന്റുകളൊക്കെ വിട്ടുപോയ പോലെയോ, മെയിൻ ക്യാരക്ടേഴ്സിനെ ഒഴിവാക്കിയ പോലെയോ ഒന്നും നമുക്ക് തോന്നില്ല. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് അഡാപ്റ്റേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കിത് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ലോക്ക്ഡൗണിൽ വെച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ സീസണിൻ്റെ അവസാനം നിർത്തിയ അവിടെ നമ്മുടെ ഈ ഗോൾഡി റോജർ, എനിക്ക് അത് മാത്രം ഒരു കാസ്റ്റിംഗ് എന്തോ ഒരു പ്രശ്നമായിട്ട് തോന്നി. ബാക്കി നമ്മുടെ വിവി പുതിയതായിട്ട് വരുന്നുണ്ട്, വേറെ പേരിലായിരിക്കും, നമുക്കറിയാം, അലബാസ്റ്റയിലെ പ്രിൻസസ്. അതൊരു മറ്റേ ചാരിക ചന്ദ്രനാണ് അത് ചെയ്തിട്ടുള്ളത്. നല്ല കിഡിലൻ കാസ്റ്റിംഗ്, നല്ല പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയാം. നമ്മൾ അതേപോലെ തന്നെ ഉണ്ട്. അതിപ്പോൾ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും അതുപോലെയാണെങ്കിലും ഇത് കിഡിലായിട്ടുണ്ട്. ദെൻ നമ്മുടെ നിക്കോ റോബിൻ, ഒന്നും പറയാനല്ല, പെർഫെക്റ്റ്. ആക്ച്വലി ഈ ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ, അതായത് നമ്മുടെ ലൂഫിയുടെ ക്രൂവിനേക്കാൾ കൂടുതൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല പ്രോപ്പർ കാസ്റ്റിംഗ് ആണ് ഇവർ ചെയ്യുന്നുള്ളത് തോന്നി. അതിന് നമുക്ക് അടുത്ത സീസണിൽ നമ്മുടെ എയ്സൊക്കെ വരാനുണ്ട്. സോ ഇതിലും കുറേ പുതിയ ക്യാരക്ടേഴ്സിനെ ഇവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ചോപ്പർ ഇതിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചോപ്പറിൻ്റെ ആനിമേഷൻ, അതായത് ഗ്രാഫിക്കലി VFX ചെയ്തിട്ടുള്ള സാധനം പൊളിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ചെറിയ അതിൻ്റെ ആ ഒരു കുഞ്ഞിതായിരിക്കുമ്പോഴുള്ള ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇമോഷണൽ കണക്ഷൻസും ബാക്ക് സ്റ്റോറി പറയുമ്പോൾ ഉണ്ടാവുന്ന ഇവളത് കരയുന്ന നടക്കാൻ നമുക്കിങ്ങനെ ഫീലാവും. പക്ഷേ ഈ സാധനം വലുതാവുമ്പോൾ ഇവർ പ്രാക്ടിക്കൽ എഫക്റ്റ് വെച്ചിട്ട് വേറെ ആരുടെ മേത്ത് നമ്മുടെ മൈ ഡിയർ കരണ്ടിൽ കലാപണിയും ചെയ്തില്ലേ, അതേപോലെ അത് ഭയങ്കര അലമ്പായിട്ടുണ്ട്. അത് ഒരു ബന്ധമില്ലാതെ അത് ഇവർക്ക് VFXൽ ചെയ്യായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് അറിയില്ല, കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരത് ഈ പറയുന്ന പോലെ പ്രാക്ടിക്കൽ എഫക്റ്റ് ചെയ്ത് കൊളാക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുമാതിരി ഒരു വികൃത രൂപം. ഇനിയിപ്പോൾ ഇതിലും വലുതാവുമ്പോൾ എന്താവും അറിയില്ല. പക്ഷേ അത് മാത്രം ഒരു കല്ലുകടായിട്ട് ഫീൽ ചെയ്തു. ഈ ചോപ്പറിൻ്റെ വലുത്, മറ്റേ ആ സംഭവം, അത് ഒരു രസമില്ല. ബാക്കിയെല്ലാം പൊളി. ബാക്കി ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും, ബാക്കി നമ്മുടെ ആ വെയിലിൻ്റെ അടുത്തുള്ള ഒരു ചങ്ങായില്ലേ, അത് എല്ലാം പൊളി. ആ വെയിലിനെ കാണിച്ചതും അതിൻ്റെ ആ ഒരു സ്കെയിലും, അങ്ങനെ ഇവർ VFXൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് തന്നെ വർക്കായിട്ടുമുണ്ട്. ആൻഡ് ക്യാരക്ടേഴ്സിലെ കൂടുതലായിട്ട് അവരുടെ ബാക്ക് സ്റ്റോറീസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ആക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഒരു സെക്കൻഡ് സീസണിൽ ശ്രമിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഫസ്റ്റ് സീസൺ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഡിഫോൾട്ടും അത് തന്നെയാണ്. അതിൽ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് കുറവാണ്. ഫിഷ്മാൻ ലൈനിൽ എത്തുമ്പോൾ മാത്രമാണ് കുറച്ചും കൂടി ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ അതും കുറവായിരുന്നു. സോ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഫസ്റ്റ് സീസണിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരു സ്കിപ്പും ഇല്ല, അതെല്ലാം പ്രോപ്പറായിട്ടുണ്ട്. സോ ഒരു പ്രോപ്പർ ജേർണി. നിങ്ങളിപ്പോൾ വൺ പീസ് ആനിമി കണ്ടിട്ടില്ലാത്തവർക്ക് പ്രോപ്പറായിട്ട് ഇത് കണക്റ്റ് ആവും. അതിൻ്റെ ആ ഒരു ഫ്ലോ ഉണ്ട്, ഇതേപോലെ തന്നെയാണ് ഇത് പോകുന്നത്. ആൻഡ് ഞാൻ നോക്കിയിട്ട് ചില ആർക്കുകൾ ഒരു എപ്പിസോഡിൽ തന്നെ ഇവർ തീർക്കുന്നുണ്ട്. അത് നല്ല ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ചിലത് പറഞ്ഞ് നിർത്തേണ്ടത് മെല്ലെ പറഞ്ഞ് പോകേണ്ടത് ഒന്നിൽ കൂടുതൽ 2 എപ്പിസോഡുകളൊക്കെ ഇവരെടുത്തിട്ടാണ് മെല്ലെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. സോ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മുടെ റിവേഴ്സ് മൗണ്ടനിൽ കയറും. അവിടെ നിന്ന് മറ്റേ വിസ്കി പീക്ക്, ദെൻ നമ്മുടെ ആ ലിറ്റിൽ ഗാർഡൻ, നമ്മുടെ ജയൻസ് ഉള്ള ആ ഒരു ഐലൻഡ്, ദെൻ അവരൊക്കെ നമുക്ക് മറ്റേ ഇതിലൊക്കെ സ്പോയിലർ ആണെന്ന് പറയുന്നില്ല. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ ഈ പറയുന്ന ഡ്രം ഐലൻഡ് അവിടേക്ക് എത്തി. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചോപ്പറിനെ കാണുന്നത്. ഇനി അടുത്ത് ഈ പറഞ്ഞ പോലെ അലബാസ്റ്റയിലേക്ക് പോകുന്നത് വരെയാണ് ഇവർ നിർത്തിയിട്ടുള്ളത്. സോ നല്ല പേസിങ് അടിപൊളിയായിട്ടുണ്ട്. ഞാനിതൊക്കെ ആലോചിച്ചു, ഇനീഷ്യലി ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ പ്രായമാവില്ല, ഇവരിനി ഏത് കാലത്താണെങ്കിൽ നമ്മുടെ മറൈൻ ഫോർഡും വാനോയും ഈനിസ് ലോബിയൊക്കെ നമ്മൾ കാണാൻ പോകുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പോക്ക് കണ്ടിട്ട് അറൗണ്ട് ഇനി അങ്ങോട്ട് ഒരു പക്ഷേ ഈ അലബാസ്റ്റയും ഒരു ഈനിസ് ലോബി വരെ ഉള്ളത് ഒരു പക്ഷേ 3rd സീസണിലും 4th സീസൺ മുതൽ ഒരുപക്ഷെ ഇവർക്ക് വലിയ ആർക്കുകൾ ഒറ്റ സീസണായിട്ട് ചെയ്യാം. അടുത്തൊരു പക്ഷേ 4-5 സീസണൊക്കെ എത്തുമ്പോഴേക്കും ഒരു പക്ഷേ വാട്ടർ ഷാബിനും മീനിസ് ലോബിയും ഈ നമ്മുടെ സബോഡിയും അത് കഴിഞ്ഞ് നേരം മറാൻ ഫോർഡിലേക്ക് അറ്റ്ലീസ്റ്റ് ഇത് ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ്
ആ മറൈൻ ഫോർഡ് വരെയെങ്കിലും ഒന്ന് എത്തിക്കണം. ഇത് ഇവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. സോ അത് ആ മറൈൻ ഫോർഡൊക്കെ ഒരു പ്രോപ്പറായിട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. സോ വാനോയും ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ ഉള്ള വേഗപ്പങ്ക് അല്ല മറ്റേ എഖഡാർക്കും പിന്നെ വരാനുള്ള എൽബാഫ് അതുവരെ ഒന്നും എത്തില്ല, അതറിയാം. അപ്പോഴേക്ക് ഇവർക്ക് ഒരു 50 വയസ്സായിട്ടുള്ളൂ. കാരണം അറ്റ്ലീസ്റ്റ് ഇത്രയും ടൈം എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. സമയം എടുക്കും ശരിയാണ്, പക്ഷേ 2 വർഷം സമയം എടുത്തിട്ട് ഇപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മറൈൻ ഫോർഡ് വരെയെങ്കിലും ഇവർക്ക് ചെയ്തു തീർക്കാം. സോ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇനി വേറെ വല്ല കാസ്റ്റിനെയും കൊണ്ടുവന്നിട്ട് ചെയ്യാവുന്നതാണ്. സോ അപ്പോഴേക്ക് വല്ല ടെക്നോളജിയൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം അത്രയും ഉണ്ട്, അത്രയും വാസ്റ്റാണ് ഈ വൺ പീസ്. പക്ഷേ ഒട്ടും പറ്റില്ല എന്ന് വിചാരിച്ച സാധനം ഇവരിപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ക്രൊക്കഡൈൽ അടക്കം അതിൽ അവസാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എനിക്ക് നന്നായിട്ട് കണക്റ്റായി. എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. നമ്മൾ കണ്ട സീക്വൻസുകളും ആ ജയൻസിനൊക്കെ ഇവർ വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കത്തെ ആൾക്കാർ തന്നെയാണ്, പക്ഷേ അതിന് ബാക്കിയുള്ളവരെ മിനിയേച്ചർ പോലെ ആക്കി നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് VFXൽ കുറച്ച് ഒറിജിനാലിറ്റി ഒക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുറേ സാധനങ്ങൾ, ആർട്ടിൽ കുറേ സാധനങ്ങൾ, ഈ നമ്മുടെ ആ മറ്റേ സാധനമല്ല പറഞ്ഞിട്ട് ആ ഫോൺ എന്താണ് അത്, ഫോൺ അടിക്കണമെന്ന് മാത്രം കേട്ടില്ല അവിടെ, അതിന് അടിപൊളിയാണ്. അതിൻ്റെ റിംഗ് ടോൺ അടിപൊളിയാണ്, മറ്റേ കോളർ ട്യൂൺ. ആ ഫോണിനെ ഇവർ ഒരുമാതിരി ഒരു ജെല്ലി ടൈപ്പ് സ്നെയിലാണല്ലോ അത്, അവിടെ നമ്മുടെ ആനിമെട്രോണിക്സ് എന്ന് പറയില്ല, ആ സാധനം ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സോ അതേപോലെ ആർട്ടിൽ കുറേ സാധനങ്ങൾ ഇപ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളതും ദെൻ ഇപ്പോൾ സോറയുടെ സ്വാഡ് അങ്ങനത്തെ കുറേ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ വൺ പീസ് കണ്ടവർക്കും കാണാത്തവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും സീസൺ 2 തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഫസ്റ്റ് സീസൺ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു പോരാ, ഓക്കെ അങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ സീസൺ 2 എന്തായാലും ഇഷ്ടമാകും. ആൻഡ് വേറൊരു സാധനമുള്ളത്, ഇതിൻ്റെ ഒരു ടൈറ്റിൽ ആനിമേഷൻ ഉള്ളൂ. അത് ഫസ്റ്റ് സീസണിൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇതിൽ ഈ ഓരോ എപ്പിസോഡിലും ഓരോ ടൈപ്പ് ആനിമേഷൻ ആയിരുന്നു. അത് ഓരോ ടൈപ്പ്, ഇപ്പോൾ ടൈറ്റിൽ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ടൈറ്റിൽ തന്നെ ആ ഒരു എപ്പിസോഡിന് തന്നെ പ്രോപ്പർലി ഡിഫൈൻ ചെയ്യുന്ന പോലെയായിരുന്നു. ഇപ്പോൾ ഒരു എപ്പിസോഡിൽ നമ്മുടെ ബ്രൂക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ മൂപ്പരുടെ വയലിനും, അതായത് നമ്മുടെ ചോപ്പർ വരുമ്പോൾ ചോപ്പറിൻ്റെ ഹാറ്റും, വിവി വരുമ്പോൾ വിവിയുടെ ഒരു സാധനമില്ല ഇങ്ങനെ കറക്കി എറിയുന്ന സാധനം, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഓരോ, എനിക്ക് ഓർമ്മയില്ല ഫസ്റ്റ് സീസണിൽ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഇതിൽ പെട്ടെന്ന് അത് എവിഡൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചു. ദെൻ ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ലോഗോ ഉണ്ടല്ലോ, ഇപ്പോൾ റീസെൻ്റ് നമ്മൾ സ്ട്രേഞ്ചർ തിങ്സിൽ കണ്ടതാണ്, ആ ഒരു ലോഗോ തന്നെ അവർ ആ ഒരു സീരീസിനെ ബേസ് ചെയ്തിട്ട് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിലും ഇവരുടെ മേരിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ലൂഫിയുടെ ഹാറ്റ് ഇങ്ങനെ പറന്ന് വന്ന് അത് ഇതിൻ്റെ ആ ഒരു മരത്തിൽ തട്ടി അത് വീണ് എന്നെ ആവുന്ന പോലെ, നെറ്റ്ഫ്ലിക്സ് ആവുന്ന പോലെ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം. ഇതേപോലെ ഓരോ സീരീസിനും ബേസ് ചെയ്ത് അവർ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല വെറുതെ ചവറ് പോലെ വാരിക്കോരി ഇറക്കാതെ, ഇപ്പോൾ എന്തിറക്കിയാലും ആൾക്കാർ കാണുമെന്ന് തോന്നാതെ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഇറക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോ നെറ്റ്ഫ്ലിക്സ് ഇസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഇൻ അഡാപ്റ്റിംഗ് വൺ പീസ്. ഓൾറെഡി ഇത് ഐ തിങ്ക് ഇതേ സ്റ്റുഡിയോ തന്നെയാണ് മറ്റേ കൗബോയ് ബീബോപ്പിൻ്റെ ലൈവ് ആക്ഷൻ ചെയ്തതെന്ന് തോന്നുന്നു. ആൻഡ് അത് വൻ ഫ്ലോപ്പായിരുന്നു. അവരെ തന്നെ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചാൽ എല്ലാവരും ഇനീഷ്യലി എന്തിനാണ് ഇങ്ങോട്ട് സാധനത്തിൻ്റെ തന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ആനിമി എടുത്തിട്ട് അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ അത് പ്രോപ്പറായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നെറ്റ്ഫ്ലിക്സ് ഓൾസോ ഇസ് ഡൂയിങ് എ ഗുഡ് ജോബ്. മെയിൻ കാര്യം ഓടാൻ ഇൻകോർപ്പറേറ്റ്. നമ്മൾ കണ്ടതാണ് മറ്റേ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡത്തിൽ എങ്ങനെയാണ് മാർട്ടിൻ വന്നപ്പോൾ ആ ഷോയുടെ തന്നെ എലിവേഷൻ മാറി എന്നുള്ളത്. സോ അതുപോലെ ഒറിജിനൽ OG ക്രിയേറ്റേഴ്സ് അവരെ കൊണ്ടുവച്ചിട്ട് വേണം ഓരോ അഡാപ്റ്റേഷൻസ് ചെയ്യാനും. അതിനുള്ള മറ്റൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് വൺ പീസിൻ്റെ സീസൺ 2. ആൻഡ് ഇതിൻ്റെ സീസൺ 3 ഓൾറെഡി റിന്യൂ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അനൗൺസ്മെൻറ്റ് മാത്രമല്ല, ഓൾറെഡി റിന്യൂ ചെയ്തിട്ടുണ്ട് സീസൺ 2 ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ. ആൻഡ് ഐ തിങ്ക് ഇതിന് നല്ല റിസപ്ഷൻ കിട്ടിയാൽ ഇനി നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുപോകും. നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യം അറിയാമല്ലോ, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യും. ഒരു പക്ഷേ ചിലപ്പോൾ നല്ലത് കിട്ടിയാൽ മറ്റേ ഡാർക്കിൻ്റെ ക്രിയേറ്റേഴ്സ് ചെയ്ത മറ്റേ സീരീസൊക്കെ മറ്റേ എന്താണ് 1855 അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ മിണ്ടിയ ക്യാൻസൽ ചെയ്യുന്ന ആൾക്കാരാണ് നെറ്റ്ഫ്ലിക്സ്. സോ അവരെ കൊണ്ട് എവിടെയും ഒരു മോശം പറയിപ്പിക്കാതെ ക്യാൻസൽ ചെയ്യിപ്പിക്കാതെ ഈ സാധനം ഇങ്ങനെ പോകണം. ഇപ്പോൾ നമ്മൾ വിച്ചറൊക്കെ കണ്ടില്ലേ, സീസൺ 4 ഒക്കെ പുള്ളിക്കും കാസ്റ്റ് മാറി അലമ്പായി. അതേപോലെ തന്നെ ആവാതെ ഇതേ കാസ്റ്റ് വെച്ചിട്ട് തന്നെ ഇവർ സെറ്റായിട്ടുണ്ട്. ഇവർ വെച്ചിട്ട് ഇങ്ങനെ പോട്ടെ, അടിപൊളിയായിട്ടുണ്ട്. സോ കണ്ടവരുണ്ടെങ്കിൽ സീസൺ 2 പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.